ഏകദേശം 200 കിലോമീറ്റർ, മേഘങ്ങളെ തൊട്ടുനിൽക്കുന്ന 4500 മീറ്റർ ഉയരത്തിൽ $12 ബില്യൺ ചിലവിൽ ആൻഡീസ് മലനിരകളുടെ നെഞ്ചുകീറി ന്യൂവേവ കരേറ്റേറ സെൻട്രൽ എന്ന ഹൈവേ പണിയുക എന്നത് മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു എഞ്ചിനീയറിംഗ് പോരാട്ടമാണ്. 90 ഡിഗ്രി കുത്തനെയുള്ള പാറക്കെട്ടുകളിൽ നിർമ്മാണ നിയമങ്ങളെല്ലാം അപ്രസക്തമാകുമ്പോൾ ഓരോ മീറ്റർ ടാർ വിരിക്കുമ്പോഴും അത് ഭൂഗുരുത്വാകർഷണത്തോടുള്ള പച്ചയായ യുദ്ധമായി മാറുന്നു. നൂറ്റാണ്ടുകളായി ഒറ്റപ്പെട്ടുപോയ ഗ്രാമങ്ങളെ കോർത്തിണക്കാൻ ആയിരക്കണക്കിന് ടൺ കോൺക്രീറ്റ് ആകാശത്തിനും പാതാളത്തിനും നടുവിൽ തൂങ്ങി നിൽക്കുമ്പോൾ ശ്വാസം പോലും കിട്ടാത്ത ഈ ഉയരത്തിൽ കൂറ്റൻ ടണൽ ബോറിംഗ് മെഷീനുകൾ പർവ്വതഹൃദയം തുരന്ന് മുന്നേറുകയാണ്. മല ഇടിഞ്ഞു വീഴാതിരിക്കാൻ പർവ്വതത്തിൻ്റെ ആത്മാവിലേക്ക് കൂറ്റൻ സ്റ്റീൽ പിന്നുകൾ തറച്ചുകയറ്റിയും കാൻഡിലീവർ സസ്പെൻഷൻ പില്ലറുകൾ ഉപയോഗിച്ച് വായുവിൽ പാതയൊരുക്കിയും റോഡിനെ താങ്ങി നിർത്തുന്ന ഈ മാസ് എഞ്ചിനീയറിംഗ് രഹസ്യം ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. മലനിരകളിൽ സ്റ്റീൽ പിന്നുകൾ തറച്ചു റോഡിനെ താങ്ങി നിർത്താൻ അവർ ഉപയോഗിച്ച എഞ്ചിനീയറിംഗ് രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ വീഡിയോയിലൂടെ അത് നമുക്ക് മനസ്സിലാക്കാം. ഈ ഡിസൈൻ യാഥാർത്ഥ്യമാക്കാൻ എഞ്ചിനീയർമാർക്ക് 5000 മീറ്റർ ഉയരത്തിലെ കഠിനമായ അന്തരീക്ഷത്തെ നേരിടേണ്ടി വരുന്നു. ഇവിടെ വായുവിൻ്റെ സാന്ദ്രത കുറവായതിനാൽ ഓക്സിജന്റെ അളവിൽ കുറവുണ്ടാകുന്നു. ഇത് യന്ത്രങ്ങളുടെ കരുത്ത് 30% കുറയ്ക്കുകയും ഓരോ ശ്വാസത്തിലും തൊഴിലാളികളുടെ സഹനശേഷി കുറയ്ക്കുകയും ചെയ്യുന്നു. കാലാവസ്ഥയും കഠിനമാണ്. ശൈത്യകാലത്തെ മഞ്ഞ് നിർമ്മാണ സ്ഥലത്തെ ഒരു വലിയ കെണിയാക്കി മാറ്റുന്നുവെങ്കിൽ വർഷകാലം ഉരുൾപൊട്ടലിൻ്റെ ഭീതിയുമായാണ് വരുന്നത്. ഇത് നിമിഷങ്ങൾക്കുള്ളിൽ അതുവരെയുള്ള എല്ലാ പുരോഗതിയെയും തുടച്ചു നീക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഭൂമിശാസ്ത്രപരമായ അടിസ്ഥാനത്തിൽ 185 കിലോമീറ്റർ ദൂരമുള്ള ഈ പാതയെ നിർമ്മാണത്തിനായി 3 കടുപ്പമേറിയ ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. ഒന്നാം ഘട്ടത്തിൽ മൃദുവായതും സുസ്ഥിരവുമായ ഭൂപ്രദേശത്ത് ഉപരിതലം വൃത്തിയാക്കുന്നതിനും ഭൂനിരപ്പ് ശരിയാക്കുന്നതിനുമായി വലിയ ബുൾഡോസറുകൾ വിന്യസിച്ചുകൊണ്ട് പ്രക്രിയ ആരംഭിക്കുന്നു. അതിനു തൊട്ടുപിന്നാലെ 10,000 ടൺ കരുത്തുള്ള ഭാരമേറിയ വൈബ്രേറ്ററി റോളറുകൾ എയർവാക്കും നീക്കം ചെയ്യുന്നതിനായി നിരന്തരം പ്രവർത്തിച്ച് ഇത് കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനായി പൂർണ്ണമായ കോമ്പാക്ഷൻ റേഷ്യോയോടുകൂടി ശക്തമായ ഒരു അടിത്തറയുണ്ടാക്കുന്നു. മണ്ണും പാറകളും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനും ഭാരം തുല്യമായി വിതരണം ചെയ്യുന്നതിനും എഞ്ചിനീയർമാർ ജിയോഗ്രിഡ് പാളികൾ സ്ഥാപിക്കുന്നു. ഒടുവിൽ ഒരു പ്രത്യേക പോളിമർ ബിറ്റുമിൻ ടാർ വിരിക്കപ്പെടുന്നു. ഇത് റോഡിനെ ഫ്ലെക്സിബിളായി നിലനിർത്താനും പകലും രാത്രിയും തമ്മിലുള്ള കടുത്ത താപനില വ്യതിയാനങ്ങളിൽ റോഡ് പൊട്ടുന്നത് തടയാനും സഹായിക്കുന്നു. രണ്ടാം ഘട്ടത്തിൽ സാധാരണ മെഷീനുകളെ ഉപയോഗശൂന്യമാക്കുന്ന 90 ഡിഗ്രി കുത്തനെയുള്ള കഠിനമായ മാഗ്മ പാറക്കെട്ടുകൾ പ്രത്യക്ഷപ്പെടുന്നു. സാധാരണ പാറ പൊട്ടിക്കലിന് പകരം നിയന്ത്രിത സ്ഫോടനത്തിനാണിപ്പോൾ മുൻഗണന നൽകുന്നത്. പർവ്വതത്തിൻ്റെ സെൻസിറ്റീവായ ഘടനയെ സംരക്ഷിച്ചുകൊണ്ട് കഠിനമായ പാറകളെ കൈകാര്യം ചെയ്യാനുള്ള ഏക മാർഗം ഇതാണ്. കൃത്യമായ അളവിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കുന്നതിന് മില്ലിമീറ്റർ കൃത്യതയോടെ ദ്വാരങ്ങൾ ഇടുന്നു. അങ്ങനെ പർവ്വതത്തിൻ്റെ കാതലായ ഭാഗത്തിന് ക്ഷതമേൽപ്പിക്കാതെ അധികമായ പാറ നീക്കം ചെയ്യാൻ സാധിക്കുന്നു. ഭൂമിയിൽ നിന്നുള്ള താങ്ങ് ലഭ്യമല്ലാത്ത ഭാഗങ്ങളിൽ കാൻഡിലീവർ സസ്പെൻഷൻ പില്ലറുകൾ ഉപയോഗിക്കുന്നു. ഉയർന്ന കരുത്തുള്ള സ്റ്റീൽ ആങ്കറുകൾ സ്ഥാപിക്കുന്നതിന് എഞ്ചിനീയർമാർ കഠിനമായ പാറകളിൽ 10ഓളം മീറ്റർ ആഴത്തിൽ ഡ്രിൽ ചെയ്യുന്നു. തുടർന്ന് വായുവിൽ തൂങ്ങി നിൽക്കുന്ന ആയിരക്കണക്കിന് ടൺ ഭാരം വഹിക്കാൻ കൂറ്റൻ കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിക്കുന്നു. വീഴുന്ന പാറക്കഷ്ണങ്ങളെ പൂർണ്ണമായും തടയുന്നതിന് ഉയർന്ന കരുത്തുള്ള സ്റ്റീൽ മെഷുകൾ കൊണ്ട് മലഞ്ചരിവ് മുഴുവൻ മൂടി സുരക്ഷിതമാക്കുന്നു. പുറത്തെ പാറകൾക്ക് കൂടുതൽ സ്ഥിരത നൽകാൻ മൂന്നാം ഘട്ടം സജീവമാക്കുന്നു. ആൻഡീസിലെ ഏറ്റവും കഠിനമായ പാറകൾ തകർക്കാൻ TBM മെഷീനുകൾ ഉപയോഗിച്ച് പർവ്വത ഹൃദയത്തിലേക്ക് നേരിട്ട് തുരങ്കമുണ്ടാക്കണം. ആധുനിക സാങ്കേതിക വിദ്യയും ഏകോപനവും വഴി 100% കൃത്യതയോടെ തുരങ്കങ്ങൾ നിർമ്മിക്കപ്പെടുമ്പോൾ 72 മണിക്കൂർ നീളുന്ന യാത്ര വെറും 4 മണിക്കൂറായി ചുരുങ്ങുന്നു. ഓരോ TBM മെഷീനും കൃത്യതയുടെ ഉത്തമ ഉദാഹരണമാണ്. ഇത് ഭൂമിക്കടിയിലുള്ള മൂവിംഗ് ഫാക്ടറി പോലെ പ്രവർത്തിക്കുന്നു. കട്ടർ ഹെഡ് ഉപയോഗിച്ചാണ് പ്രക്രിയ ആരംഭിക്കുന്നത്. ഇവിടെ ആയിരക്കണക്കിന് ടൺ സമ്മർദ്ദത്തിൽ മാഗ്മ പാറകളെ തകർക്കാൻ ഡസൻ കണക്കിന് സൂപ്പർ ഹാർഡ് മാംഗനീസ് സ്റ്റീൽ ഡിസ്കുകൾ കറങ്ങുന്നു. പാറകൾ തകരുമ്പോൾ ഒരു സ്ക്രൂ കൺവെയർ അവയെ ശേഖരിച്ച് പിന്നിലേക്ക് മാറ്റുന്നു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമായ തുരങ്കത്തിന്റെ ഷെൽ ഘടിപ്പിക്കുന്നതിന് ഇടമൊരുക്കുന്നു. ഈ ഘട്ടത്തിൽ റോബോട്ടിക് കൈകൾ മുൻകൂട്ടി നിർമ്മിച്ച കോൺക്രീറ്റ് ഭാഗങ്ങൾ കൃത്യമായി സ്ഥാപിക്കുന്നു. മുകളിൽ നിന്നുള്ള ദശലക്ഷക്കണക്കിന് ടൺ മണ്ണിന്റെ സമ്മർദ്ദത്തെ പ്രതിരോധിക്കുന്ന ശക്തമായ ഒരു ഘടന നിർമ്മിക്കുന്നതിനായി അവ പരസ്പരം ബന്ധിപ്പിക്കുന്നു. എന്നാൽ TBM പ്രവർത്തിപ്പിക്കുക എന്നത് ഒരു ബട്ടൺ അമർത്തുന്നത് പോലെ എളുപ്പമല്ല. ഓരോ 100 മീറ്ററിലും എഞ്ചിനീയർമാർക്ക് വളരെ അപകടകരമായ ഒരു ജോലിയെ നേരിടേണ്ടി വരുന്നു. അതികഠിനമായ പാറകളിൽ ഉരസി തേയ്മാനം സംഭവിച്ച കട്ടർ ഡിസ്കുകൾ മാറ്റുക എന്നത്. മാംഗനീസ് സ്റ്റീൽ പോലും ഇവിടെ രൂപമാറ്റം സംഭവിക്കും. മെഷീൻ നിർത്തണം.
തുടർന്ന് ടീം ഏറ്റവും മുന്നിലുള്ള വർക്ക് ചേമ്പറിലേക്ക് പ്രവേശിക്കണം. അവിടെ സമ്മർദ്ദവും ചൂടും പരിധിക്കപ്പുറമായിരിക്കും. ചെളിയും വെള്ളവും നിറഞ്ഞ ഇടുങ്ങിയ സ്ഥലത്ത് 100 കണക്കിന് കിലോഗ്രാം ഭാരമുള്ള ഡിസ്കുകൾ അവർ കൈകൊണ്ട് മാറ്റണം. ഇത് ഏറ്റവും വലിയ അപകടസാധ്യതയുള്ള ഘട്ടമാണ്. കാരണം ചെറിയൊരു തെറ്റുപോലും മുകളിലെ പാറകൾ മെഷീനിനുള്ളിലേക്ക് പതിക്കാൻ കാരണമായേക്കാം. കൂടാതെ മാലിന്യ സംസ്കരണം ഒരു വലിയ വെല്ലുവിളിയാണ്. ദശലക്ഷക്കണക്കിന് ക്യൂബിക് മീറ്റർ മണ്ണും പാറയും ആൻഡീസിലെ ലോലമായ പരിസ്ഥിതിയിലേക്ക് വലിച്ചെറിയാൻ കഴിയില്ല. എഞ്ചിനീയർമാർ വെള്ളം പുനരുപയോഗം ചെയ്യുന്നതിനും പാറ അവശിഷ്ടങ്ങൾ 1ാം ഘട്ടത്തിലെ റോഡ് നിർമ്മാണത്തിനായി സംസ്കരിക്കുന്നതിനും തുരങ്ക കവാടത്തിൽ ഒരു ഫിൽട്രേഷൻ സംവിധാനം സ്ഥാപിക്കുന്നു. ഇത് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന ഒരു ക്ലോസ്ഡ് ലൂപ്പ് സൃഷ്ടിക്കുന്നു. ആഴത്തിലേക്ക് പോകുന്തോറും ഭൂമിയുടെ ചൂടും കൂറ്റൻ എഞ്ചിനുകളും കാരണം താപനില 45 അല്ലെങ്കിൽ 55 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. 130 ഡെസിബലിലധികം ശബ്ദവും കനത്ത പൊടിയും ഉള്ളതിനാൽ അതിജീവനത്തിനായി കിലോമീറ്ററുകൾ അകലെ നിന്ന് ഓക്സിജൻ പമ്പ് ചെയ്യുന്ന കൂറ്റൻ വെന്റിലേഷൻ സംവിധാനങ്ങൾ ആവശ്യമാണ്. പൂർണ്ണമായ ഇരുട്ടിൽ അവ കൃത്യമായി യോജിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ലേസർ GPS മാർഗനിർദ്ദേശങ്ങൾ ഉപയോഗിച്ച് ഓരോ നീക്കവും മില്ലിമീറ്റർ കൃത്യതയുള്ളതായിരിക്കണം. സാങ്കേതിക വിദ്യയുടെ വിജയമാണ് ഈ മില്ലിമീറ്റർ കൃത്യത. എന്നാൽ ആയിരക്കണക്കിന് ടൺ ഭാരമുള്ള മെഷീനുകൾ ആൻഡീസ് കൊടുമുടികളിലേക്ക് എത്തിക്കുന്നതിനായി എഞ്ചിനീയർമാർ അഭൂതപൂർവമായ ഒരു ലോജിസ്റ്റിക്സ് ടെക്നിക്ക് തന്നെ ഉപയോഗിച്ചു. TBM മെഷീനുകളുടെ ഓരോ ഭാഗവും ആയിരക്കണക്കിന് ടൺ ഭാരമുള്ള ഉപകരണങ്ങളും അഴിച്ചുമാറ്റി തുറമുഖത്ത് നിന്ന് കുത്തനെയുള്ള പാറക്കെട്ടുകൾക്കരികിലൂടെയുള്ള ഇടുങ്ങിയ റോഡുകളിലൂടെയാണ് കൊണ്ടുപോയത്. 4000 മീറ്റർ പാതയിലെ ഓരോ കുത്തനെയുള്ള വളവുകളും ചരിവുകളും കണക്കാക്കി കമ്പ്യൂട്ടറിൽ സിമുലേഷൻ നടത്തി പ്രത്യേക ട്രക്കുകൾ മറിയുന്നില്ലെന്നും കൊക്കിയിൽ വീഴുന്നില്ലെന്നും ഉറപ്പാക്കി. സമയം അല്ലെങ്കിൽ സ്ഥാനം എന്നിവയിലുണ്ടാകുന്ന ചെറിയൊരു പിഴവ് പോലും മുഴുവൻ പ്രോജക്റ്റിനെയും തടസ്സപ്പെടുത്തിയേക്കാവുന്ന ഒരു വലിയ മൾട്ടി മോഡൽ ഏകോപനമാണിത്. തടസ്സങ്ങൾ നീങ്ങുമ്പോൾ ന്യൂവേവ കറേറ്ററ സെൻട്രൽ എന്നതിന്റെ യഥാർത്ഥ മൂല്യം വെളിപ്പെടുന്നു. ഈ റോഡ് പെറുവിനെ തെക്കേ അമേരിക്കയുടെ ഒരു ലോജിസ്റ്റിക്സ് ഹബ്ബാക്കി മാറ്റുന്നു. ഇത് പസഫിക് സമുദ്രത്തെ നേരിട്ട് ആമസോണുമായി ബന്ധിപ്പിക്കുന്നു. ഇത് ഗതാഗത ചെലവ് ഗണ്യമായി കുറയ്ക്കുന്നു. ഈ പ്രോജക്റ്റിന്റെ തീവ്രത മനസ്സിലാക്കാൻ ലോകത്തിലെ മറ്റു വലിയ നിർമ്മിതികൾ നോക്കുക. സ്വിറ്റ്സർലാൻഡിലെ ഗോട്ട്ഹാർഡ് ടണൽ ഏറ്റവും ദൈർഘ്യമേറിയതാണെങ്കിലും വളരെ കുറഞ്ഞ ഉയരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ടിബറ്റിലെ ഹൈസ്പീഡ് റോഡുകളുടെ ഉയരം സമാനമാണെങ്കിലും അവ ആൻഡീസിലെ പോലെ 90 ഡിഗ്രി കുത്തനെയുള്ള പാറക്കെട്ടുകളെ നേരിടുന്നില്ല. വിദഗ്ധർ ഇതിനെ അടിസ്ഥാന സൗകര്യ വികസന ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ പ്രോജക്റ്റ് എന്ന് വിളിക്കുന്നു. ഇത് ടിബറ്റിലെ അതിശക്തമായ ഉയരവും ആൽപ്സിലെ ദുർഘടമായ ഭൂപ്രദേശവും തെക്കേ അമേരിക്കയിലെ കഠിനമായ കാലാവസ്ഥയും സംയോജിപ്പിക്കുന്നു. ഈ റോഡ് കീഴടക്കുക എന്നത് ആധുനിക സാങ്കേതിക വിദ്യയുടെ പരമാവധി പരിധിക്കുള്ള ഒരു പരീക്ഷണമാണ്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ പ്രോജക്റ്റ് മേഘങ്ങൾക്കിടയിലൂടെയുള്ള ഒരു പാലമാണ്. മനുഷ്യന്റെ ഇച്ഛാശക്തിയുണ്ടെങ്കിൽ ഒരു പർവ്വതവും കീഴടക്കാൻ പ്രയാസമില്ല എന്നിത് തെളിയിക്കുന്നു. ഈ സാങ്കേതിക വിദ്യയുടെ വിസ്മയത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? ഇത്രയും അപകടം നിറഞ്ഞ ഒരിടത്ത് ജോലി ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളെക്കുറിച്ച് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി. പരക്കട്ടെ പ്രകാശം.